നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാവുകയാണ്. അടുപ്പുകൾ കൂട്ടി നിവേദ്യങ്ങൾ ഒരുക്കാനായി ഭക്തരും കാത്തിരിക്കുകയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലും തലസ്ഥാന നഗരിയിലും ഒരുപോലെ തിരക്ക് കൂടുകയാണ്. എത്ര നാളായി പൊങ്കാല ഇടുന്നത്? 5 വർഷം കൊണ്ട് പൊങ്കാല. എവിടെയാ വീട്? എവിടെയാ? പാലോട്. എന്താണ് നിവേദ്യം? ഇത് മണ്ടപ്പുറ്റിന് റെഡിയാക്കുകയാണ്. 14 വർഷമായി. 14 വർഷം. എന്താ നിവേദ്യം? എന്താ? മണ്ടപ്പുറ്റുണ്ട്, പായസമുണ്ട്, തിരക്കുണ്ട്. 30 വർഷമാവും. 30 വർഷമാവും. 30 വർഷമായി. ആദ്യമായിട്ട് പൊങ്കാല അർപ്പിക്കാൻ വരുന്ന ഇത് ഓർമ്മിക്കുന്നുണ്ടോ? ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ വരുന്നത് എപ്പോഴാണെന്ന് ഓർമ്മിക്കുന്നുണ്ടോ? അത്ര ഓർമ്മയില്ല. 30 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. എന്താ ഇന്ന് നിവേദ്യം? ഇന്ന് മണ്ടപ്പുറ്റുണ്ട്, തിരളിയുണ്ട്, പായസമുണ്ട്, എല്ലാം ഉണ്ട്. ഒറ്റയ്ക്കാണോ വന്നിട്ടുള്ളത്? വേറെ ഞങ്ങളൊരു കുടുംബത്തോടെ. ഞാൻ 2 എൻ്റെ മക്കള്, അത് മോളെ ഫ്രണ്ട്. ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഇവിടെ വരുന്നുണ്ട്. അതുവരെ നല്ല അമ്മയെ കൊണ്ട് ഞങ്ങൾക്ക് നല്ല കാര്യമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വർഷവും ഞാൻ വന്നു. എത്ര വർഷമായിട്ടുണ്ടാവും പൊങ്കാല? 20 വർഷമായി. അല്ല, എന്നാലും 20 ഇരിക്കട്ടെ, ബാക്കിയുള്ള പറയണ്ട. ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ വരുന്നത് ഓർമ്മയുണ്ടോ? അന്ന് ഇച്ചിരി ചെറുപ്പത്തിലായിരുന്നു. ഓർമ്മയുണ്ട്. അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴും. ഇപ്പൊ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ. എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്? എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് വന്നേക്കുന്നത്. പിന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഈ അമ്മയ്ക്ക് വേണ്ടി ആളുകൾ സമർപ്പിച്ചേക്കുന്നത്. അന്ന് പൊങ്കാല ഇടാൻ വരുമ്പോൾ ഇങ്ങനെയായിരുന്നോ ക്ഷേത്രവും? അതേപോലെ തന്നെ ഇവിടെയായിരുന്നു പൊങ്കാല? അല്ലായിരുന്നു. എന്താ പൊങ്കാല നിവേദ്യം? എന്താ? വെള്ളപ്പായസം. വൈകുന്നത് വരെ പൊങ്കാല ഇടണം തന്നെയാണോ ആഗ്രഹം? ഞാൻ മരിക്കുന്നവരെ ഇടും. ദൈവം എന്നെ അസുഖമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മരിക്കുന്നവരെ ഞാൻ വരും. ഞാൻ 6ാം ക്ലാസ് മുതലേ വരുവാണ്. എല്ലാ വർഷവും വരും. പറ്റുന്നുള്ള എല്ലാ പ്രാവശ്യവും വരും. മാക്സിമം ശ്രമിക്കും വരാൻ. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ കുടുംബത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും വരും. പക്ഷെ പലരും പല സ്ഥലങ്ങൾ നിൽക്കുന്നതേ ഉള്ളൂ. എല്ലാവരും ഉണ്ട്. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ചേരുന്ന ഇന്ന് രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെയാണ് പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പരാമർശിക്കുന്ന ഭാഗം തോറ്റംപാട്ടുകാർ ആലപിച്ചാലുടനെ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകരും. രാവിലെ 10:15 അടുപ്പ് വെട്ട്. വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിനു മുന്നിലെ പണ്ടാര അടുപ്പിലും ദീപം കൊളുത്തും. പണ്ടാര അടുപ്പിൽ നിന്നും പകരുന്ന ദീപമാണ് ഭക്തരുടെ അടുപ്പുകളിലേക്ക് പിന്നീട് എത്തിക്കുക. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം അർപ്പിക്കും. രാത്രി 7:45 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽ കുത്തും. 11:15 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത്. അടുത്ത ദിവസം രാവിലെ 5 പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളത്ത്. രാത്രി 10 കാപ്പഴിക്കും. രാത്രി 1 നടക്കുന്ന കുരുതി സമർപ്പണത്തോടെ പൊങ്കാല ഉത്സവം സമാപിക്കും. അതേസമയം ഇത്തവണ തലസ്ഥാന നഗരിയിൽ പൊങ്കാല സമർപ്പണത്തിന് മുൻവർഷങ്ങളേക്കാൾ തിരക്ക് കൂടുതലാണ്. ഇന്നലെ വൈകിട്ട് ദേവീ ദർശനത്തിനായി നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ പൊങ്കാലയർപ്പണത്തിന് വിപുല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലും അടുപ്പുകൾ നിരന്നിട്ടുണ്ട്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വിലയേറിയ ടൈലുകൾ പാകിയ ഭാഗത്ത് അടുപ്പുകൾ കൂട്ടരുതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൊടും വേനൽ കണക്കിലെടുത്ത് അകലം പാലിച്ച് അടുപ്പ് കൂട്ടണമെന്നും ഹരിതചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും ഇന്നലെ ഉച്ച മുതൽ നഗരത്തിലെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിട്ടുമുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളവും അന്നദാനവും വിതരണം നടത്തുന്നിടത്ത് ആരോഗ്യവകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്.